വള്ളംകളി പ്രേമികളിൽ ആവേശമുണർത്തി കേരളത്തിലെ ജലോത്സവ കാലത്തിന് നാളെ ആലപ്പുഴ ചമ്പക്കുളത്ത് തുടക്കമാകും. ചരിത്ര പ്രാധാന്യമുള്ള രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ചമ്പക്കുളം മൂലം ജലോത്സവം ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. നെഹ്റു ട്രോഫിക്ക് മുന്നോടിയായി നടക്കുന്ന മത്സരത്തിൽ ചെറുതും വലുതുമായ 14 വള്ളങ്ങളാണ് അണിനിരക്കുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രപ്രതിഷ്ഠയ്ക്കുള്ള ശ്രീകൃഷ്ണ വിഗ്രഹവുമായി മൂലം നാളിൽ ചെമ്പകശ്ശേരി രാജാവ് നടത്തിയ ജലഘോഷയാത്രയെ അനുസ്മരിച്ചാണ് ചമ്പക്കുളം വള്ളംകളി നടത്തുന്നത്. ആദ്യകാലത്ത് മുലക്കാഴ്ച എന്നറിയപ്പെട്ടിരുന്ന ജലോത്സവത്തിന് 400ഓളം വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്നു. ജലോത്സവ കാലത്തിൻ്റെ ആഘോഷ നാളുകളിലേക്ക് തുഴയെറിഞ്ഞാണ് ചരിത്ര പ്രാധാന്യമുള്ള ചമ്പക്കുളം വള്ളംകളി മൂലം നാളിൽ അരങ്ങേറുക. പമ്പയാറ്റിൽ രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടത്തിലൂടെ കേരളത്തിലെ ആകെ ജലമാമാങ്കത്തിനാണ് തുടക്കമാകുക. രാജാരത്തിനപ്പുറം ഒരു നാട്, ഒരു സംസ്കാരം, മതമൈത്രിയുടെ ഭാഗമാകുന്ന ഒരു കൂടിച്ചേരലൂടെയാണ് മൂലം ജലോത്സവം. 29 തീയതി നടക്കുന്ന മൂലം ജലോത്സവത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് കമ്മിറ്റി ഇതുവരെ തുടങ്ങി വെച്ചിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖരായ 7 ചുണ്ടൻ വള്ളങ്ങൾക്ക് പുറമെ വെപ്പ് എ ഗ്രേഡ്, വെപ്പ് ബി ഗ്രേഡ്, ഇരുട്ടുകുത്തി എ ഗ്രേഡ്, ഇരുട്ടുകുത്തി ബി ഗ്രേഡ് എന്നിങ്ങനെ 14 വള്ളങ്ങളാണ് ജലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. പമ്പയാറ്റിൽ ഉച്ചകഴിഞ്ഞ് 2 മണിയോടെ ആരംഭിക്കുന്ന ജലമാമാങ്കത്തിൻ്റെ ഉദ്ഘാടനം ടൂറിസം വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. യോഗത്തിൽ കുട്ടനാട് MLA റജി ചെറിയാൻ അധ്യക്ഷനാവും. സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്കുള്ള സമ്മാനദാനം മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് നിർവഹിക്കും. നെഹ്റു ട്രോഫി ജലോത്സവം മുന്നിൽ കണ്ട ശക്തമായ പോരാട്ടത്തിനായി കായിക താരങ്ങൾ തുഴയെറിയുമ്പോൾ കായലിൻ്റെ ഓളപ്പരപ്പിൽ ജലരാജാക്കന്മാരുടെ വാശിയേറുന്ന പോരാട്ടത്തിനാകും ചമ്പക്കുളം സാക്ഷിയാകുക. അമൃത ന്യൂസ്, ആലപ്പുഴ.